ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലോട്രോണിക്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനെ പറ്റിയാണ്, അല്ലെങ്കിൽ IC എന്ന് നമ്മൾ പറയും. എന്താണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടുകളുടെ കൂട്ടമാണ്, പല പല സർക്യൂട്ടുകളുടെ ഒരു കൂട്ടം. അതാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ട് എന്താണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കാണുകയുണ്ടായി. ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, ഡയോഡ്, കപ്പാസിറ്റർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോമ്പൗണ്ട്സ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്യുന്ന പല സർക്യൂട്ടുകൾ ചേർന്നതിനെയാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം പല കാലത്ത് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അപ്പം ആ കമ്പ്യൂട്ടറിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു റൂമിൻ്റെ അത്രയും വലുപ്പം ഉണ്ടായിരുന്നു. ഇന്ന് അതേ സെയിം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പായിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പായിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ 100 കണക്കിന് അല്ലെങ്കിൽ 10,000 കണക്കിന് ഇലക്ട്രോണിക് കോമ്പൗണ്ട്സ് അടങ്ങുന്ന ഈ സർക്യൂട്ടിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത്, എന്ന് വെച്ചാൽ ഒരു 10 സർക്യൂട്ട് അല്ലെങ്കിൽ 1000 സർക്യൂട്ട് ഞാൻ ഉണ്ടാക്കുന്നതിന് പകരം ഈ സർക്യൂട്ടിനെ എല്ലാം സിംപ്ലിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോമായിട്ട് എന്തുണ്ടാക്കും? IC ഉണ്ടാക്കും. ഈ IC എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്യൂട്ടുകളെല്ലാം ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ സിലിക്കോൺ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സിലിക്കോണിൻ്റെ പുറത്ത് നമ്മൾ കൊത്തി റെഡിയാക്കുകയാണ്. അപ്പം അതെയാണെന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ICs എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വലിയ സർക്യൂട്ടുകളെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ചെറിയ മൈനർ രീതിയിലായിട്ട് ചെറിയ മൈക്രോ സൈസിലാക്കിയിട്ട് നമ്മളിതിനെ കുറച്ച് അത് ചേർത്തിട്ട് നമ്മളൊരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്, അതാണ് IC എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈസ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റി. ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു IC ആണ് IC555 ടൈമർ IC എന്നാണ് അറിയപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് കോമ്പൗണ്ടായ ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലിപ്പം കാണാൻ സാധിക്കും. ഇവിടുത്തെ ആ പോയിൻ്റ് എണ്ണി നോക്കുവാണെങ്കിൽ 1, 2, 3, 4 ഒരു 4 ഹോൾസിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 1, 2, 3 ഹോൾസിൻ്റെ വലിപ്പമാണ്. അതുകൊണ്ട് നോക്കി ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 3 ഹോൾസിൻ്റെ വലിപ്പമുണ്ട് ട്രാൻസിസ്റ്ററിന്. അതുപോലെ ഈ ICക്ക് എന്ന് പറയുന്നത് ഒരു 4 അല്ലെങ്കിൽ നമുക്കൊരു 5 ഹോൾസിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഈ ഒരു ICക്കകത്ത് ഏകദേശം 25-30 ഇതുപോലത്തെ ട്രാൻസിസ്റ്റർ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ 25-30 ട്രാൻസിസ്റ്റർ കൂടി കണക്റ്റ് ചെയ്ത ഒരു ഡിവൈസാണ് നമുക്ക് കാണാൻ പറ്റുന്ന IC എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും വ്യത്യാസം. ഇത് ഏകദേശം ഏകദേശം ഒരു 1/2 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും വരുന്ന ഒരു സർക്യൂട്ടിനെ ഇത്ര സിമ്പിളായിട്ട് ഒരു സെൻറ്റി 2 സെൻറ്റിയിൽ നമുക്ക് ഒരു ബോർഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളൂ എന്താണ് ശരിക്കും സർക്യൂട്ടും ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസമെന്ന്. ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ അതിൻ്റെ പല പല കോമ്പൗണ്ട്സ് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നല്ല വലുപ്പമുള്ളൊരു സർക്യൂട്ടായി മാറും. എന്നാൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ അത് ഭയങ്കര മൈക്രോ ആയതുകൊണ്ട് നമുക്ക് ആ അത്രയും വലുപ്പത്തിൽ സർക്യൂട്ട് നമുക്ക് ഇത്രയും ചെറിയ 1-2 സെൻറ്റിയിലേക്ക് നാം മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം കൂടും. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് വളരെ ലെസ്സായിരിക്കും. പിന്നെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിരിക്കും. ഇതാണ് നമ്മുടെ പഴയ കാലത്തിലെ സർക്യൂട്ട് ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ വാക്വം ട്യൂബ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്ത കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പാംടോപ്പ് നമ്മുടെ മൊബൈൽ ഫോൺ പോലെ ചെറിയ കമ്പാക്റ്റബിളായിട്ടൊരു ഡിവൈസ് നമുക്ക് പിടിക്കാൻ ഉള്ള മെയിൻ കാരണം അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ICകളുടെ കണ്ടുപിടുത്തമാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് IC555 എന്ന് പറയുന്ന ICയുടെ ഒരു ഇൻറ്റേർണൽ സർക്യൂട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 20-25 ട്രാൻസിസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരു 10-15 റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്നിവയൊക്കെ ഈ സർക്യൂട്ടിൽ കാണാൻ സാധിക്കും. അപ്പം ഇതുപോലെയുള്ള ഒരു സർക്യൂട്ടിനെയാണ് ആ ചെറിയ IC ആയിട്ട് മാറ്റി ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളെ കാണിച്ചതെന്ന് പോലെ. ഇതാണ് അതിൻ്റെ ശരിക്കുമുള്ള വ്യത്യാസം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ അതിൻ്റെ ഒരു സ്കീമാറ്റിക് എടുത്തതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് IC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു.
ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്താണെന്നുള്ളത് പഠിച്ചു. ഐ സി, പിന്നെ അതുപോലെ നോർമൽ സർക്യൂട്ട്. അപ്പം ഐ സി എന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ട്. ഒന്ന് ഡിജിറ്റൽ ഐ സീസ് ഉണ്ട്, 2 അനലോഗ് ഐ സീസ് ഉണ്ട്, 3 മിക്സഡ് ഐ സീസ് ഉണ്ട്. എന്താണ് ഈ ഡിജിറ്റൽ ഐ സീസ് എന്ന് പറയുന്നത്? ഡിജിറ്റൽ ഐ സീസിൽ പെട്ടതാണ് മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളറൊക്കെ. അതാണ് നമ്മൾ ഈ മൈക്രോ പ്രോസസ്സറാണ് നമ്മൾ കാൽക്കുലേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ലാപ്ടോപ്പ്, പിന്നെ അതുപോലെ മൊബൈൽ ഫോൺ എന്നിവയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡിജിറ്റൽ ഐ സീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനലോഗ് ഐ സീസ് ഉണ്ട്, മിക്സർ എന്ന് പറയുമ്പം അനലോഗും ഡിജിറ്റലും ചേർന്നത്. അതാണ് നമ്മൾ പവർ ആംപ്ലിഫയർ അതുപോലെ തന്നെ പവർ സർക്യൂട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അനലോഗ് എന്ന് പറയുന്നതാണ് ലീനിയർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐ സീസ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഈ ഐ സിയുടെ മറ്റൊരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് പ്രോഗ്രാമബിൾ ഐ സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം കണ്ട ഈ IC555 പോലത്തെ ചെറിയ ഐ സീസ്, അല്ലെങ്കിൽ അതുപോലത്തെ നമ്മളുണ്ടാക്കുന്ന ഈ ഇലക്ട്രോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന സർക്യൂട്ട്സ്, ഇതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഇതിനിടയ്ക്ക് ലിമിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സർക്യൂട്ടിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന എന്താണോ, ഇപ്പോൾ ഇൻപുട്ട്, എന്തൊരു ഇലക്ട്രോണിക് കോമ്പൗണ്ട്സിനാണ് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൻപുട്ട്, ഒന്ന് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ ആ ഔട്ട്പുട്ടും മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ല നമുക്ക് ഇതിനെ എന്താ വെച്ചാൽ ഇപ്പം ഒരു എന്ന് പറയേണ്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും അതൊരു പ്രോഗ്രാം ചെയ്യുന്ന ഐ സി ആയിരിക്കും. അത് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആയ രീതിയിൽ അതിലല്ലെങ്കിൽ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പ്രീസെറ്റ് ചെയ്ത കുറച്ച് ആൽഗരിതംസ് ഉപയോഗിച്ച് നമുക്ക് ഒരു സർക്യൂട്ടിനെ, ഒരു ഡിവൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാമബിൾ ഐ സീസ് വന്നിട്ടുള്ളത്. അതൊക്കെ മൈക്രോ കൺട്രോൾ വരുന്നുണ്ട്. അതിന് അടുത്ത സെക്ഷനിൽ ഞാൻ മൈക്രോ കൺട്രോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐ സിയെ പറ്റിയായിരുന്നു. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ